ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ. അപ്പോൾ സംസാരിക്കേണ്ട വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാൻ പറ്റിയ ടോപ്പിക്, എന്തുകൊണ്ടും അനുയോജ്യമായ ടോപ്പിക് എന്ന് പറഞ്ഞത് ഇലക്ഷനാണ് അല്ലേ. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത്. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് മൊത്തത്തിൽ നാട്ടിലൊക്കെ മൊത്തത്തിലുള്ള ചർച്ചകൾ മൊത്തം പഞ്ചായത്ത് ഇലക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായത്തിൽ വോട്ട് ചെയ്യണോ, വോട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണം? അതായത് പാർട്ടിൻ്റെ തന്നെ ഞാൻ ചോദിക്കുന്നത്, എന്ത് നോക്കി വോട്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം പറയാന്നുണ്ടെങ്കിൽ പാർട്ടി നോക്കിയിട്ടല്ല ഞാൻ ചെയ്യണം. ഇപ്പൊ ആരെ സ്ഥാനാർത്ഥി എടുക്കണം, ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ, അപ്പോ ആളെ നോക്കിയിട്ട് വോട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. കാരണം നമുക്ക് ആ ആളെ കൊണ്ട് സഹായം ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം അയാളെ കൊണ്ട് അയാളെ ജയിപ്പിക്കുക, അത്രേ ഉള്ളൂ. കാരണം പാർട്ടി ഇപ്പൊ ആര് വന്നാലും അപ്പൊ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യണം അല്ലേ? അയ്യോ, പക്ഷെ നമ്മളെ ഇപ്പോ ചിലരൊക്കെ പറയുന്നത്, ഇപ്പൊ നാട്ടില് നമുക്ക് ഇപ്പോ ചിലർ ജയിച്ച ഉപകാരമില്ല അങ്ങനെയൊക്കെ പറയുമ്പോ അവരടുത്തൊരു പിന്നെ ഒരു ഇലക്ഷൻ വരുമ്പോ ചിലരൊക്കെ അധികം ആൾക്കാരില്ല, പക്ഷെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യണില്ല എന്നാണ്. അതിനെ പറ്റി എന്താ അഭിപ്രായം? അത് എന്ന് പറഞ്ഞത് എല്ലാവർക്കും രാഷ്ട്രീയ ബോധം ഉണ്ടാവണം. ഇനിയിപ്പോ അവർക്ക് രാഷ്ട്രീയത്തിന് താല്പര്യം ഇല്ലെങ്കിലും ഒരു അറിവ് വേണം. എന്തൊക്കെയാണ് ഈ നമ്മുടെ സൊസൈറ്റിയിൽ അടുത്ത് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒരു ബോധം വേണം. പിന്നെ എന്തായാലും വോട്ട് ചെയ്യണം. അതെ, എന്തായാലും വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാതെ എന്തായാലും ചെയ്യണം. ഇനിയിപ്പോ ഒരാളെ അനുകൂലിക്കുന്നില്ലെങ്കിൽ നോട്ട, അതായത് രണ്ടുപേരും തെരഞ്ഞെടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നോട്ടെങ്കിലും ചെയ്യണം എന്നാണ്. നോട്ട് ചെയ്യണോണ്ട് ഈ യോജിക്കുന്നുണ്ട്? അല്ല, നോട്ട ഞാൻ നോട്ട് ചെയ്യുന്നല്ല പറഞ്ഞത്. ഇനി രണ്ടുപേർക്ക് വോട്ട് ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വോട്ട് കളയരുത്, ഒരു വോട്ട് ചെയ്യണമെന്നില്ല. അതെ, മൻസൂറിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ്? വോട്ട് എന്തായാലും ചെയ്യണം, വോട്ട് ചെയ്യണം. പിന്നെ എന്താ വെച്ചാൽ ഇതന്നെ വ്യക്തിപരമായിട്ട് വ്യക്തികളെ നോക്കിയിട്ട് വോട്ട് ചെയ്യുക. അതെ, നമുക്ക് ഉപകാരപ്പെടണം എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. നമ്മളിപ്പോ എന്ത് സഹായം ചോദിച്ചാലും ചെയ്തിരുന്നുള്ള അതെ, ഉറപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മളെ നാട്ടിലാവുമ്പോ വികസനം വേണം. എന്താ പറയാ, ഒരു പിന്നെ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് അത്ര നല്ല ശരിയാണ്. അങ്ങനെ ആരും വോട്ട് ചോദിക്കുന്നുണ്ടോ അവർക്ക് വോട്ട് കൊടുക്കരുത്, അത്രേ ഉള്ളൂ. എല്ലാരും നല്ല, അതായത് ഇപ്പൊ നമ്മളെ ജനങ്ങളെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ വോട്ട് കൊടുക്കുക. അല്ല, അപ്പൊ പിന്നെ വേറൊരു ചോദ്യം എന്ന് വെച്ചാല്, ഇപ്പൊ 5 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് നമ്മുടെ വാർഡോ നമ്മളെ പഞ്ചായത്ത് കൊടുക്കണ്ട, മൊത്തത്തിൽ കേരളത്തിന്റെ ഒരു നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്നതാണ്. മൊത്തത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ നാടിന് ശരിക്കും കിട്ടേണ്ട രീതിയിലുള്ള വികസനം കിട്ടുന്നുണ്ടോ? അതിപ്പോ കിട്ടുന്നില്ലെങ്കിൽ അത് ആരുടെ തെറ്റാണ്? ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരുടെ തെറ്റാണോ, അതോ നമ്മളെ മൊത്തം സിസ്റ്റത്തിന്റെ തെറ്റാണോ? എന്താണ് അഭിപ്രായം? പഞ്ചായത്തില് നോക്കാന്നുണ്ടെങ്കിൽ നമ്മളെ പഞ്ചായത്ത് തന്നെ നോക്കിയാൽ മതി. ഫുള്ള് മറ്റേ റോഡോടൊക്കെ ഫുള്ള് കച്ചറായി കിടക്കണം. കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പോണ ഈ എത്ര കാലമായി അതേ റോഡാണോ തോടാണോന്നുള്ള അറിയണില്ല. അങ്ങനത്തെ അവസ്ഥയാണ് റോഡിന്റെ കാര്യം. അല്ല, ഞാനിപ്പോ നമ്മളൊക്കെ സ്ഥലങ്ങളിലേ, ഇപ്പൊ ഞങ്ങള് കുറച്ചു മുന്നേ ഞങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങള് നമ്മുടെ അങ്ങാടി നിൽക്കുമ്പോ ഒരു പാമ്പിനെ കണ്ടു. അപ്പൊ നമ്മള് സംസാരിച്ച കാര്യമാണ് സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല എന്നുള്ളത്. അത് സത്യം. അത് എന്തായാലും എല്ലായിടത്തും വേണമെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. കാരണം നമ്മള് ആദ്യമൊക്കെ ഉണ്ടായി തോന്നുന്നു, ഇപ്പൊ കാലങ്ങളായിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു വരിക എന്നുള്ളൊരു ഇതാണ്. അതൊക്കെ കൂടേണ്ട. അല്ല, അതൊക്കെ പിന്നെയും കുറച്ചും പാടെ പുരോഗമനമാവേണ്ട കാര്യങ്ങളാണ്. എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളും വരേണ്ടതാണ്. അപ്പൊ ഇത് നമ്മൾ താഴോട്ട് പോകാണ്. പുറത്തൊക്കെ നോക്കുമ്പോ എല്ലായിടത്തും ലൈറ്റ് അല്ലേ. നമ്മളെ പഞ്ചായത്തിലൊക്കെ നോക്കാൻ, നമ്മളെ പഞ്ചായത്തിനല്ല കേരളത്തിൽ മൊത്തത്തില് അതാണ് അവസ്ഥ. നമുക്ക് വേണ്ട, ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു വികസനം നമുക്ക് കിട്ടുന്നില്ല. കേരളം മോശമാണെന്നല്ല, കേരളം ബാക്കിയുള്ള സംസ്ഥാനം വെച്ച് ഏറ്റവും ബെറ്ററാണ്. പക്ഷെ നമ്മള് എപ്പോഴും കമ്പയർ ചെയ്യുമ്പോ കേരളത്തിന് വെച്ചൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് വെച്ചിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ മേലുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് നോക്കുക. അപ്പൊ അതാണ് നമ്മളെ വികസനത്തിന്റെ ഇത്. മൻസൂർ എന്താ പറയാനുള്ളത്? വികസനം
നാട്ടില് തന്നെ റോഡിന്റെ ഇപ്പൊ ഫേസ് ചെയ്ത ഈ 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് ഫേസ് ചെയ്ത പിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലിക്കാർക്കുള്ള ശമ്പളത്തിന്റെ ജോലി ഇവിടെയുള്ള പുതിയ ചെക്കന്മാർക്കാണെങ്കിലും പുതിയ തലമുറയ്ക്ക് ജോലി ഇവിടെ ഇല്ല. കുറച്ച് ചെറിയ ശമ്പളമാണ് ജോലി. അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിലേക്കാണ് ആൾക്കാർ അധികം. ഇപ്പൊ +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, ദുബായ് അല്ല യു എ അതേപോലെ അമേരിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല തീരെ. താല്പര്യമില്ലാന്ന് പറയുമ്പോ താല്പര്യമില്ലാത്ത ഇതാണ് ജീവിക്കാൻ സാധനത്തിന്റെ വില അതെ ഭയങ്കര വില കൂടുതലാണ്. അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറണം അല്ലേ? അതെ. അപ്പൊ അതാണ് നിങ്ങൾ തീരുമാനിക്കുക അല്ലേ? ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോ അവര് എന്താ പറയാ, പാർട്ടിക്കല്ല വോട്ട് ചെയ്യേണ്ടത്, വ്യക്തികൾക്കായിരിക്കും വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാവും വിചാരിക്കണം അല്ലെ? ഇനിയെങ്കിലും നമുക്ക് നല്ലൊരു ഉണ്ടാവട്ടെ. അതിനും വേണ്ടിട്ട് വോട്ട് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇലക്ഷനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വികസനത്തെ പറ്റി സംസാരിക്കാനുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമ്മള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടണില്ല. അതിപ്പോ ഈ കേരളത്തിൽ മാത്രമാണ് ആ വിഷയം. ഇനി അനക്കനുഭവിക്കണം, എന്റെ കല്യാണം കഴിഞ്ഞു. ഇത് ഇവർക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് അറേഞ്ച്ഡ് മാരേജ് നടക്കുന്നില്ല, പിന്നെ ലവ് മാരേജ് ആണ് എല്ലാരും പറയുന്നത്, ലവ് മാരേജ് ചെയ്യാൻ. പക്ഷെ അതൊക്കെ ഒരു പ്രായമാകുമ്പോ തന്നെ പെണ്ണുങ്ങളെ ബുക്ക് ചെയ്തിടുന്നതാണ് ഇപ്പൊ. പിന്നെ ഇപ്പത്തെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊന്നും വിശ്വസിക്കാനും അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാല് എപ്പോഴും പോവാന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് അല്ലേ, നമ്മളൊക്കെ ഒരുപാട് 5 കൊല്ലം 6 കൊല്ലൊക്കെ ആയിട്ട് ഒരുപാട് കല്യാണം അത് നോക്കണതല്ല. ഓൻ പറഞ്ഞ പെണ്ണുങ്ങൾ ഇട്ട് പോണത് അത് നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് പേരെ നിക്കാവും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അത് ഇതായി പോകുന്നുണ്ട് അല്ലേ? പുതിയ ജനറേഷൻ കല്യാണം കഴിഞ്ഞിട്ട് പോണ ഇഷ്ടം പോലെ. ജീവിതത്തിൽ നല്ല മാറ്റമാണ് മാറിയിരിക്കുന്നത് മൊത്തത്തില്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ് നമ്മളെ എന്താ പറയാ യുവതലമുറകൾ ഫേസ് ചെയ്യണത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പെണ്ണ് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ട് എന്നത്. കുറെയൊക്കെ നമ്മളെ ആൾക്കാര് അതിലോട്ട് ഇറങ്ങിയാൽ ശരിയാണ്, കുറച്ചും കൂടി അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ശരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ജനറേഷന്റെ ഇഷ്യൂ ആണ്. കാരണം നമ്മളെ ജനറേഷൻ പഠിപ്പിച്ചത് നമ്മള് പ്രേമിക്കാൻ പാടില്ല, ഫുൾ അറേഞ്ച് മാരേജ്. പക്ഷെ ഈ ജനറേഷനിലെ പിള്ളേർ എന്ന് പറഞ്ഞാല് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്. അപ്പൊ അവർക്ക് എന്തോ വലുതായിട്ടുള്ളത് പോലെ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാലമാണ്. നമ്മള് കല്യാണം കഴിക്കുന്ന ഒരു ജനറേഷൻ ഗ്യാപ്പിലുള്ള പിള്ളേരെ കല്യാണം കഴിക്കുക. അപ്പോ ഈ ഒരു ടൈമില് പക്ഷെ നമ്മളെ നാട്ടില് ശരിക്കും കുറച്ച് മുന്നേ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അതുണ്ട് സത്യം. ഒരു 18 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അല്ല, അതൊക്കെ ഇപ്പൊ മാറി. ഞാൻ പറഞ്ഞതൊരു ഇപ്പൊ ആമ്പിള്ളേരെ കാര്യമാണെങ്കിൽ ഒരു 25, 24 കിട്ടുന്നവരുണ്ട്. അത് കുറച്ച് നേരത്തെ നമ്മളെ മലപ്പുറത്ത് മാത്രമേ. പിന്നെ അതല്ല, അത് ഇപ്പൊ ഒരു 26 വയസ്സിന് മേലായിരുന്നെങ്കിൽ കല്യാണം ശരിയാവണില്ല ആൺകുട്ടികൾക്ക്. അങ്ങനെ ഒരു വിഷയം അതിലുണ്ട്. അതുകൊണ്ടാണ് ഇവര് നേരത്തെ ഇറങ്ങിയിരിക്കണത്. ഇതൊക്കെ 23, 24 ഒരുപാട് നേരത്തെയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ നേരത്തെ സത്യം പറഞ്ഞാൽ നമ്മളൊരു ജോലിക്കായി സെറ്റിൽ ആയിട്ട് അല്ലേ, എന്റെ ഒരു ടിപ്പിക്കൽ കല്യാണ പ്രായം എന്നൊക്കെ പറഞ്ഞത് ഒരു 28 to 30. പിന്നെ വിലക്ക് പോകണമെന്നില്ല, പക്ഷെ എന്റെ ഒരു 28 അബോവ് ആണ് എന്റെ ഒരു ടിപ്പിക്കൽ ഇത്. ഈ ആ സമയമാകുമ്പോഴത്തേന് ഒന്നില്ലെങ്കിൽ ഒരു ലവ് ഒരു എന്താ പറയാ അഫെയറിൽ നിക്കണം. ആ സമയത്ത് ഈ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് നോക്കണമെങ്കിൽ പ്രശ്നമാണ്. ചിലപ്പം പറയാൻ പറ്റൂല, ചിലപ്പം ഭയങ്കര ഡിമാൻഡാണ്. എന്താ വെച്ചാല് അവരെ ഫുള്ള് നമ്മളെ നാട്ടില് മാറ്റേണ്ട ഒരു സംഭവം എന്താ അറിയോ, ഈ മുട്ടായി കൊടുക്കല്. ഒരുപാടുണ്ട് ഇപ്പൊ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിലാണെങ്കിലും കൂടുതൽ ആർഭാടങ്ങളുണ്ട്. നമ്മളെ മറ്റേ പിന്നൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മളെ മല്ലു അനലിസ്റ്റ് എന്ന യൂട്യൂബർ ഉണ്ട്. ഞാൻ പറഞ്ഞത് സത്യമാണ് കാര്യം. അതായത് മുട്ടായി എടുക്കാൻ പോകുമ്പോ ചെക്കന് ഫെറോറോ റോച്ചറും ഐഫോണും കൊടുത്തില്ലെങ്കിൽ ചെക്കന്റെ സ്റ്റാറ്റസ് ഇടിഞ്ഞു. അതായത് പെമ്പിള്ളേർക്ക് ഇത് വേണം, ഐഫോൺ വേണം മുട്ടായി എടുക്കുമ്പോ, ഫെറോറോ റോച്ചറും ചോക്ലേറ്റും വേണം. അതാ ഫ്രണ്ട് ഇങ്ങനെ കാണണം. അതൊക്കെ സംഭവങ്ങളാണ് ഒരുപാട്. എത്ര പരിപാടിയാണ്. ഫസ്റ്റ് ഒരു പെണ്ണ് കാണണം, പിന്നെ എന്താണ് പരിപാടി,
പിന്നെ പിന്നെ കഴിഞ്ഞാല് അല്ല മുട്ടായെടുക്കല് നിക്കാഹും കഴിഞ്ഞിട്ടാണ് കല്യാണം. കല്യാണത്തിന് ഒരു 5 ദിവസം മുന്നേ വേറെ പരിപാടികള്. അതൊക്കെ ഒരു ആവശ്യമില്ലാത്ത ഇത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ ജില്ലയിലെ മലപ്പുറമാണ് അല്ലെ. മലപ്പുറം കോഴിക്കോടും ഉണ്ടാവും. അപ്പോ അതിലൊക്കെ പക്ഷെ അതൊക്കെ മാറ്റം വരുത്താൻ പറ്റും എന്നൊക്കെ തോന്നുന്നില്ല. എല്ലാരും അതൊരു ഇതാക്കി ഏറ്റെടുത്തുക, നടത്തണം എന്നുള്ളൊരു നിർബന്ധമായിട്ട് ഏറ്റെടുത്തുക. പൈസ ഇല്ലാത്തവരടക്കം പൈസ കടം വാങ്ങിയിട്ട് ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാര്യമില്ലല്ലോ. സാധാ നമ്മള് നോർമലി കല്യാണം ഉണ്ടായിരുന്നല്ലേ, നമ്മള് ആദ്യത്തെ കല്യാണം രാവിലെയും രാത്രി കല്യാണം, രാവിലത്തെ ഒരു കല്യാണം. അത് തന്നെ രസം അല്ലെ, നല്ല രീതിയിൽ. പിന്നെ ചെയ്യട്ടെ, അത് നമ്മള് വെറുതെ ലോൺ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, നമ്മളതിനോട് യോജിക്കുന്നില്ല. അല്ല, എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടും എന്താ പറയാ, ഈ പാർട്ട്നേഴ്സ് ഹാപ്പി ആയിട്ട് ജീവിക്കണില്ല. ജീവിക്കണവരുണ്ട്, പക്ഷെ കുറെ പ്രശ്നങ്ങളാണ് ഇപ്പൊ. ആൾക്കാർ ഇതേപോലെ തന്നെ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ പരിപാടി വെച്ചിട്ട് അതിട്ട് പോയിട്ടുണ്ട്. പെട്ടെന്ന് എന്താണ് ഒഴിവാകുവാണ് അല്ലേ കല്യാണം. അത് വലിയ പ്രശ്നമല്ലേ. കല്യാണം കഴിഞ്ഞാലും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ, അതില്ലാതെ ചെറിയ പ്രശ്നം തന്നെ വലിയ പ്രശ്നമൊക്കെയാണ് ഒഴിവാക്കുക. അപ്പൊ അങ്ങനെയാണ് കല്യാണത്തിന്റെ പെണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു, അറിയില്ല. അപ്പൊ അല്ലെ മൻസൂറ, എന്തെന്നൊക്കെ പറയപ്പെടുന്നു, എനിക്കറിയില്ല. അല്ല, എനിക്കറിയാത്ത വെച്ചാല് ഞാനിപ്പോ കല്യാണം നോക്കണില്ല. എനിക്കറിയില്ല. അതുണ്ട്. അല്ല, ഇപ്പൊ എന്താ പറയാ, എന്റെ കല്യാണം നോക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഉള്ളത്. ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് അറിയിക്കണ കാര്യമില്ല. അപ്പൊ പിന്നെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്വർണത്തിന്റെ വില. സ്വർണത്തിന് ഭയങ്കര വിലയാണ് ഇപ്പൊ. ഒരു 1 ആവും ഇപ്പൊ എന്തായാലും. അല്ല, അത് കൂടിയെന്ന്, പിന്നെ ഇപ്പൊ കുറഞ്ഞു കുറച്ച്. ഇപ്പൊ കൂടി ഒരു മാറ്റം. പക്ഷേ മുന്നൊക്കെ നമ്മളെ നാട്ടില് കല്യാണം കഴിക്കുമ്പോ ഇത്ര പവൻ സ്വർണ്ണം, ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറയാൻ. ഒരു മാറ്റം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ മാർക്ക് പറഞ്ഞു മേടിക്കൂല. ഇപ്പൊ നമ്മൾ എത്ര കൊടുക്കണത് അത് മതി. അല്ല, എന്നാലും എത്ര കൊടുക്കണ്ട് ഇപ്പൊ നോർമൽ ഒരു കല്യാണത്തിന്? പഴയ പോലെ 10 കൊള്ളു അല്ലേ? പിന്നെ അത്രയും വലിയ ടീമാകുമ്പോ ഒരു 20-30. കാരണം അതന്നെ ഇപ്പത്തെ റേറ്റ്. അന്ന് കുറെ മുന്നേ അറിയോ 25 കുറവാ. 25 പറയുമ്പോ 50 പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ആ റേറ്റ് ആയിപ്പോയി. 10-നും 20-നും ഏകദേശം 1 ലക്ഷം രൂപ വെച്ച് കൂട്ടാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ കല്യാണത്തിന് ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ പറ്റാതായിരിക്കും. സ്വർണം പേടിക്കണം. ഇപ്പത്തെ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരാളാണെങ്കിൽ, ഒരു പയ്യനാണെങ്കിൽ അവർക്ക് ഭയങ്കര റിസ്ക് അല്ല. ഒരു കല്യാണം എന്താ അറിയോ, ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ അത് നമ്മള് പെൺകുട്ടികളും കൂടെ തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. നമ്മളെ നാട്ടിലുള്ള പെൺപിള്ളേര് വരുമ്പോ കൊറേ പേരുണ്ട് ഐഫോണിനും മറ്റേ ഫെറേറോ റോച്ചറിനും വേണ്ടി തല വെച്ചെടുക്കുന്നവര്. ഐഫോണൊന്നും കേട്ടാ ഒരിക്കലും വേറെ ഒന്നും വേണ്ട, നിർബന്ധമാണ്. അപ്പൊ അതൊക്കെ മാറട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞാല് പെൺപിള്ളേരല്ലേ ആൺപിള്ളേരായാലും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടിയതിന്റെ ശേഷം ഒരു ജോലി ആയതിന്റെ ശേഷമാണ് കല്യാണത്തിനെ പറ്റി ചിന്തിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അങ്ങനത്തെ ഒരു തലമുറ ഇനി വരട്ടെ എന്ന്. അല്ല, ആ രീതിയിൽ ചിന്തിക്കുന്നത് തന്നെയാണ് പെണ്ണുങ്ങൾ. ഇപ്പൊ കൂടുതലും പെൺകുട്ടികളും പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കണമുണ്ട്, അതിന്റെ മുന്നേ പഠിക്കുന്നവരുണ്ട്, പഠിച്ചിട്ട് തന്നെ ആവണമെന്നുള്ളവരുണ്ട്. ഇപ്പൊ കല്യാണം കഴിക്കാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണ്ടോ? എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോ ട്രെയിനിന്റെ കാര്യം അല്ലെ, ട്രെയിനിന്റെ സുമേറിനാണ് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഒരുപാട് ട്രെയിൻ യാത്ര നടത്തുന്ന ആളാണ്, തിരുവനന്തപുരം അവിടുത്തെ ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പൊ എന്താണ് എന്റെ നമ്മുടെ ട്രെയിനിന്റെ അവസ്ഥ എന്താണ്? ഭയങ്കര ദയനീയമാണ്. ഇപ്പോ ദൂരയാത്ര ചെയ്യുന്ന ഒരാൾക്ക് നല്ല മനസ്സിലാവും. ഒരു ടിക്കറ്റ് റിസർവ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മളൊരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം മുന്നേ ബുക്ക് ചെയ്യണം. അത് പോസിബിൾ അല്ല. അങ്ങനത്തെ കേസിൽ എമർജൻസി ആയിട്ട് പോക്ക് നടക്കൂല. ദൂരെ പോകാൻ നടക്കൂല. അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റൂല ചിലപ്പോൾ. പിന്നെ തിരക്കൂല. ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് പിന്നെ ചൂസ് ചെയ്യുക. അതിലുള്ള തിക്കും തിരക്കും എന്ന് പറഞ്ഞാൽ
ചിന്തിക്കാൻ പറ്റില്ല. ശരിയാ. അപ്പൊ എക്സ്ട്രാ ട്രെയിനിങ് വേണമല്ലേ? ട്രെയിനല്ല, ഒന്നെങ്കിൽ അത് എന്തെങ്കിലും ഒരു സിസ്റ്റം മാറ്റണം, കുറച്ച് ആൾക്കാരെ കയറ്റുന്ന രീതിയിലോ. കുറച്ച് ആൾക്കാരെ കയറ്റിയാലും അതിന് സൊല്യൂഷൻ അല്ലല്ലോ. സൊല്യൂഷൻ ഇപ്പൊ എക്സ്ട്രാ ട്രെയിനാണ്. ട്രെയിന് വേണം, ഒരു 2-3 ട്രെയിന് വേണം അല്ലേ? എല്ലാവരും പറഞ്ഞ ജനസംഖ്യയാണ്. ഇതേ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന. അതില് ട്രെയിൻ കൂടുതൽ ട്രെയിൻ ഉണ്ട്, അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതന്നെയാണ് മാറ്റം. ട്രെയിനിന്റെ കാര്യം പറയുമ്പോൾ ട്രെയിനിന്റെ വൃത്തിയോടെ നമ്മള് പറയണം അല്ലെ. ജനറലിന്റെ ഒക്കെ അവസ്ഥ, ജനറൽ മാത്രല്ല സ്ലീപ്പറൊക്കെ, ടോയ്ലറ്റ് ഒന്നും എടുക്കാൻ പറ്റൂല ചില ടോയ്ലറ്റുള്ള ബോഗിയില്. അതായത് നമ്മൾ അടുത്ത് തന്നെ എടുക്കാൻ പറ്റില്ല, അമ്മ സ്മെല്ലും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ലോങ് പോണ ട്രെയിനൊക്കെ. ട്രെയിന് അപ്പൊ അതൊക്കെ ഒന്ന് മാറണല്ലേ. അതെ, അതൊക്കെ ഒന്ന് മാറ്റണം. നമ്മുടെ നാട്ടിലെ ജനങ്ങള് റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഇപ്പൊ പറഞ്ഞാല് റെയിൽവേ സ്റ്റേഷനൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പായി, നല്ല വൃത്തിയായി, അടിപൊളി. നല്ല അതേപോലെ തന്നെ വടകര അല്ലെ? വടകരൊക്കെ അടിപൊളി. അതിന്റെ പി അല്ലേ. അപ്പോ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ സംസാരങ്ങള്. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലുള്ള എപ്പിസോഡ്സ് ആയിട്ട് ഞങ്ങള് വരും അല്ലേ. അതെ. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലെ. സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് വേണം. അതെ, സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഈ ഒരു യാത്ര ഇനി മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് അസ്. ബൈ.